ഈ അമേരിക്കയിലൊരു നിയമമുണ്ട്. 2002 ജൂലൈയിലാണ് ICC രൂപീകരിക്കുന്നത്, ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് രൂപീകരിക്കുന്നത്. ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് രൂപീകരിക്കുന്നതിൻ്റെ പശ്ചാത്തലം എന്ന് വെച്ചാൽ 1998 റോം സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാറ്റ്യൂട്ടിൽ ലോകരാജ്യങ്ങൾ ഒപ്പുവെക്കുകയാണ്. ലോകരാജ്യങ്ങളിൽ 124 രാജ്യങ്ങൾ, ഇപ്പോൾ 125 പാലസ്തീൻ കൂടി 125. ഈ റോം സ്റ്റാറ്റ്യൂട്ടിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ICC ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് രൂപീകരിക്കുന്നത്. നമുക്ക് നേരത്തെ 1947 മുതൽ നമുക്ക് ICJ ഉണ്ട്, ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ICJയുടെ ഇതെന്ന് വെച്ചാൽ ICJ രാജ്യങ്ങൾക്കിടയിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ICC ഈ വ്യക്തികളെ ആണ് ഇൻഡിക്റ്റ് ചെയ്യുന്നത്, വ്യക്തികളുടെ കുറ്റങ്ങളെയാണ് അത് പിന്നാലെ കൂടി പിടികൂടുന്നത്. അപ്പോൾ ICCയിൽ സിഗ്നേറ്ററി അല്ല അമേരിക്ക, സിഗ്നേറ്ററി അല്ല ഇസ്രായേൽ, സിഗ്നേറ്ററി അല്ല റഷ്യ, സിഗ്നേറ്ററി അല്ല നമ്മുടെ ഇന്ത്യ, സിഗ്നേറ്ററി അല്ല. നമ്മൾ മനസ്സിലാക്കണം. ലോകത്തെ പ്രധാനപ്പെട്ട, പക്ഷേ അതേസമയം യൂറോപ്യൻ യൂണിയനിലെ എല്ലാ രാജ്യങ്ങളും അതിൽ സിഗ്നേറ്ററീസ് ആണ്. ഇസ്രായേലല്ല. ഇസ്രായേൽ ഈ കോർട്ടിൽ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ലീഗൽ ഒബ്ജക്ഷൻ അതാണ്, ഞങ്ങൾ സിഗ്നേറ്ററി അല്ലാത്തതിനകത്ത് ഞങ്ങൾ ഇതാക്കേണ്ടതില്ല എന്നാണ്. പക്ഷേ ICCയുടെ പൊസിഷൻ എന്ന് വെച്ചാൽ പാലസ്റ്റൈൻ, സ്റ്റേറ്റ് ഓഫ് പാലസ്റ്റൈൻ ഇതിനകത്ത് സിഗ്നേറ്ററി ആണ്. ഈ ഒഫൻസ് നടന്നിരിക്കുന്നത് എവിടെയാണ്? പലസ്തീൻ ടെറിട്ടറിയിലാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ജുറിസ്ഡിക്ഷനിൽ ഇത് വരും. നിങ്ങളുടെ ജുറിസ്ഡിക്ഷനിൽ ഇത് വരില്ല എന്നാണ് ഇസ്രായേലിൻ്റെ വാദം. ഞങ്ങളുടെ ജുറിസ്ഡിക്ഷനിൽ ഇത് വരും എന്നായിരുന്നു ICCയുടെ നിലപാട്. പക്ഷേ അതേ നിലപാട് വെച്ച് വേറൊരു ചോദ്യം അവിടെ ഉന്നയിക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ഹമാസ് നേതാക്കന്മാർ എങ്ങനെയാണ് ഇതിനകത്ത് നിങ്ങളുടെ ജുറിസ്ഡിക്ഷനിൽ വരിക? കാരണം ഈ ഹമാസ് നേതാക്കൾ ഹമാസ് ചെയ്തു എന്ന് പറയുന്ന ക്രൈം നടന്നിരിക്കുന്നത് എവിടെയാണ്? ഇസ്രായേലിലാണ്. അപ്പോൾ അത് നിങ്ങളുടെ ജുറിസ്ഡിക്ഷനിൽ വരുമോ എന്നൊരു ചോദ്യമാണ്. പക്ഷേ ഹമാസിന് അവരുടെ ലോയറെ വിട്ടിട്ട് ഇത് വാദിക്കാനൊന്നും പറ്റില്ലല്ലോ. എനിവേ, അത് വേറെ വിഷയം. ഞാൻ പറഞ്ഞു വെച്ചാൽ ഇസ്രായേൽ പ്രസിഡൻറ്റ് ഈ യോവ് ഗാലൻ്റ് ഇവർക്കെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചപ്പോൾ അമേരിക്കയിൽ നിന്നുണ്ടായ പ്രതികരണം ശ്രദ്ധിക്കണം നമ്മൾ. ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും ഒരുപോലെ ഇതിനെതിരെ അതിശക്തമായി രംഗത്ത് വന്നെന്ന് മാത്രമല്ല, ഇവർക്കെതിരെ ഈ ICCയുടെ ജഡ്ജസിനെതിരെ അവർക്കെതിരെ സാങ്ഷൻസ് ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവർക്കെതിരെ സാങ്ഷൻസ് ഏർപ്പെടുത്തണമെന്ന് അമേരിക്കയിലെ പ്രധാനപ്പെട്ട സെനറ്റേഴ്സ്, രാഷ്ട്രീയ നേതാക്കന്മാർ പറഞ്ഞു. അപ്പോൾ അതിലൊരു സെനറ്റർ പറഞ്ഞിരിക്കുന്ന കാര്യം, ഒരു റിപ്പബ്ലിക്കൻ സെനറ്ററാണ്, ടോം കുക്ക് എന്നാണ് പുള്ളിയുടെ പേര് എൻ്റെ ഓർമ്മയിൽ. പുള്ളി പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, ഞാൻ അതാ പറഞ്ഞു, 2002 ജൂലൈയിൽ ICC ഫോം ചെയ്യപ്പെടുന്നു. 2002 ഓഗസ്റ്റിൽ അമേരിക്കയിൽ ഒരു ബില്ല് നിയമം പാസ്സാക്കപ്പെടുന്നു. ആ നിയമത്തിൻ്റെ പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ അമേരിക്കൻ സർവീസ്മെൻ പ്രൊട്ടക്ഷൻ ആക്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്ങാനും ICC ഏതെങ്കിലും അമേരിക്കക്കാരനെ കുറ്റവാളിയാക്കി കഴിഞ്ഞാൽ, അയാൾക്കെതിരെ നടപടിയെടുത്താൽ, അയാൾക്കെതിരെ വാറണ്ട് ഇഷ്യൂ ചെയ്തിട്ട് ഏതെങ്കിലും രാജ്യം അവനെ പിടിച്ചിട്ട് ഹേഗിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ, അയാളെ മോചിപ്പിക്കുവാൻ ഓൾ പോസിബിൾ മീൻസ് ഉപയോഗിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് അനുമതി നൽകുന്ന നിയമമാണ് ദ അമേരിക്കൻ സർവീസ്മെൻ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. അത് ദ ഹേഗ് ഇൻവേഷൻ ആക്ട് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഹേഗ് അധിനിവേശം ചെയ്യാമെന്ന്. ഒന്നാലോചിക്കും, 2002 ജൂലൈയിലാണ് ICC ഫോം ചെയ്യുന്നത്. അതേ വർഷം ഓഗസ്റ്റിൽ ഈ നിയമം അമേരിക്ക പാസ്സാക്കുന്നുണ്ട്. ഏതെങ്കിലും കാലത്ത് അമേരിക്കക്കാരൻ ഇതിൽ പിടികൂടപ്പെട്ടാൽ അല്ലെങ്കിൽ ഇതിൽ പ്രതിയാക്കപ്പെട്ടാൽ അവനെ തിരിച്ച് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ ഓൾ പോസിബിൾ മീൻസ് പറഞ്ഞാൽ അണുവായുധം വരെ ഉണ്ടല്ലോ അതിനകത്ത് ഉപയോഗിക്കാൻ അമേരിക്കൻ പ്രസിഡന്റിന് അധികാരം നൽകുന്ന ബില്ലാണത്. അപ്പോൾ ഈ സെനറ്റർ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ സർവീസ്മെൻ പ്രൊട്ടക്ഷൻ ആക്ട് അല്ലെങ്കിൽ ഹേഗ് ഇൻവേഷൻ ആക്ട് നടപ്പിലാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രത്തോളമാണ് ലോകത്തിലെ നമ്പർ 1 രാജ്യമായിട്ടുള്ള അമേരിക്കയിൽ വെച്ചാൽ UN ആസ്ഥാനം അവിടെയാണ്. അന്ന് ആലോചിക്കണം, UN ടെക്നിക്കലി ഒരു UN സബ്സിഡറി അല്ല ICC, പക്ഷേ UN പരിശ്രമത്താൽ ഫോം ചെയ്യപ്പെട്ട സ്ഥാപനമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ദീർഘകാലത്തെ നിയമപ്രക്രിയയിലൂടെ, നീതിന്യായ പ്രക്രിയയിലൂടെ നടന്നിട്ടുള്ള ഒരു വാറണ്ട് ഇഷ്യൂവൻസിനെതിരെ അമേരിക്കയിലെ പൊളിറ്റീഷ്യൻസ്, ഏത് ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള പൊളിറ്റീഷ്യൻസ് ഒരേപോലെ പറയാണ്, ഇത് നടപ്പിലാക്കണം എന്നല്ല പറയുന്നത്, ഈ വിധി പറഞ്ഞിരിക്കുന്ന ജഡ്ജസിനെതിരെ സാങ്ഷൻസ്, ഉപരോധം ഏർപ്പെടുത്തണമെന്ന് പറയും. ഇതാണ് ദിവ്യ നമ്മുടെ ലോകക്രമം.